We're gonna blow the speakers, baby. Once again, with Jay Anthony. Winning up with the hip hop, hala hala, mega hotty. Jump, 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 lady jump. Move, 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 lady move. Hotty choo, it hotty choo, it new age hotty chudi. Hotty choo, it hotty choo, it new age hotty chudi. Kula naal kulichu kudi, kandalanalu kasiki katti, alam sayya virbu mavane oppura oligi. Sari niradu mukka madai veivade, nandi mavai nilamayilkal, nee kandu pode oli kayivadu mara. Machamavadanna vaada dannavana nagamu neda natadagayum terina vaada hati chudi vadena vaada. If you wanna grind around hati chudi, tell me now. Tamil pesu makkalukku vanakkam solli move around. Hati chudi, yeah, hati chudi, yeah, new age hati chudi. Hati chudi, yeah, hati chudi, yeah, new age hati chudi. Yeah, jump, 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 lady jump. Move, move, lady move. Janamaga bouncing now, got up on the tripping it down. Do you wanna grind around? Come on, get let play around. Yeah, darna, 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 hey, darna, 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 hey. வணக்கம் விஜயாண்டி சார் அவர்களே. நான் என்ன கேட்க போகிறேன் என்றால், இந்த பாட்டிலையும் சரி, இதுக்கு முன்னாடி வந்த பாட்டிலையும் சரி, எப்போ பார்த்தாலும் புரியாத வார்த்தையாவே யூஸ் பண்ணிட்டு இருக்கீங்களே, அதுக்கு என்ன காரணம்னு சொல்ல முடியுமா? നിർത്ത് 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 നിർത്ത്. അയ്യോ എന്തായി? ബോധമില്ലടാടേ. മോര് കഴിച്ചാൽ ശരിയാവും മാസ്റ്റർ. ഇല്ല ഇത് ഓർമ്മിച്ചോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ചീപ്പ് ചൂരി. ഇവിടെ നോക്ക്, ചീപ്പ് ചൂരി. ഞാനാണ് ചീപ്പ് ചൂരി. മനസ്സിലായാ? അയ്യോ ഇത് ഇല്ല, ശരി ഇങ്ങനെ നോക്ക്. മാസ്റ്റർ இந்த கிளாஸ் கொடுத்தீங்கன்னா எல்லாம் சரியாயிடும் മാസ്റ്റർ. ഒരു ഇവിടെ വാ, ഇവിടെ വാടാ. ഓർമ്മിച്ചോ. അവിടെ സരയുടെ ശ്രുതിയുടെ എക്സ്പ്രഷൻ എടുത്തോ. ഞാൻ കൊടുക്കാൻ പോകും. കുടിച്ചോ. ഇത് എന്നാ മോര് പാ. മോരെന്നാ? ബോധം വരാ. ഒരേ ബോധം തെളിയാണ. ആണ് ആണ്. നിങ്ങൾക്ക് ബോധമില്ല? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഇത് ആരാണ്? റോമിയോ. റോമിയോ നോക്ക്. റോമിയോ. റോമിയോവാ? ആ ശാന്തനു റോമിയോ മാതിരി ചെയ്ത് കാണിക്ക്. റോമിയോവാ? അയ്യോ ഞാന് അറിയോ അറിയോ ഓ ഈ ക്ലാസ്സിൽ കുടിച്ചാ അറിയാം മാസ്റ്റർ. ഇത് ആരാണ്? ഇത് ആരാണ്? ഇത് ആ മാസ്റ്റർ മോര് ഇത് പൊടി. കുടി മാസ്റ്റർ. കുടിച്ചോ 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 കുടിച്ചോ. ആ ഓക്കേ എനിക്ക് ബോധം പോയി. റോമിയോ മാസ്റ്റർ അരവിന്ദ് സൂപ്പർ ബോധം പോയില്ലേ? ഇപ്പൊ ബോധമെല്ലാം പോയതൊക്കെ ബോധം വന്നു. വന്ന് വന്ന്. അതായത് അപ്പോ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. എന്റെ മാർക്ക് എവിടെ? മാർക്ക് മോര് കുടിച്ചത് കാരണം കുറച്ച് ബോധം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇതൊക്കെ ആക്ടിങ്ങാ. ഞാനൊരു നല്ല ആക്ട്രസ് അല്ലേ? അല്ലേ? അതായത് പ്രീമിയർ ജനുവരിലേത് ലെറ്റ്സ് ഡാൻസ് സീസൺ 3 എന്ന ഈ ആഘോഷത്തിൽ കുറെ കൂടെ ഫൺ ഫിൽ മൊമെന്റ്സ് ആഡ് ചെയ്യാൻ ഇതുപോലെ ചില ഫൺ ഫിൽ സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ് വാസ് ജസ്റ്റ് ഫോർ ഫൺ. എല്ലാവരും ഒരു കാര്യം ആലോചിക്കുക, മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഹാനികരമാണ്. ഓക്കെ, സോ ഓൺ ദാറ്റ് നോട്ട് ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക്. ദിസ് ഇസ് പ്രീമിയർ ജനുവരി ലെറ്റ്സ് ഡാൻസ് സീസൺ 3 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. പ്രീമിയർ ജനുവരിലേത് ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ലെവൽ നമ്പർ 5. ഇൻഫാക്ട് ലെവൽ നമ്പർ 5 എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം പ്രീ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതായിരിക്കും. ബിക്കോസ് പ്രീ ക്വാർട്ടേഴ്സ് റൗണ്ട് കഴിഞ്ഞാൽ ഇനി നമ്മുടെ കണ്ടസ്റ്റൻസിനെ വെയിറ്റ് ചെയ്യുന്നത് ക്വാർട്ടർ ഫൈനൽസ് ആണ്.
പിന്നെ സെമി ഫൈനൽസ് ആണ്, പിന്നെ ഓഫ് കോഴ്സ് ആ വിജയ കിരീടം ചൂടാനുള്ള ദ ഗ്രാൻഡ് ഫിനാലെ. സോ ഈ പ്രാവശ്യം മുതൽ അങ്ങോട്ടുള്ള ഓരോ ലെവൽസും, ഇൻഫാക്ട് ലെവലിൽ അവർ പെർഫോം ചെയ്യുന്ന ഓരോ റൗണ്ടുകളും ഓരോ ഓരോ കോമ്പീറ്റിംഗ് ടീമിനും വളരെ 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 ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പ്രീ ക്വാർട്ടേഴ്സ് ലെവലിൽ അവരുടെ ടാലൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഊസ് ഔട്ട് ചെയ്തെടുക്കാൻ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 4 റൗണ്ട്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ റൗണ്ട്, വി ഹാവ് പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ട്, വി ഹാവ് ബാറ്റിൽ റൗണ്ട് ആൻഡ് ഫൈനലി മലയാളം മെലഡി റൗണ്ട്. സോ ഇന്റർനാഷണൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യൻ സ്റ്റൈൽസ് ഒന്നും വേണ്ട, ഒരു ഇന്റർനാഷണൽ, ദർ ആർ എൻ നമ്പർ ഓഫ് ഇന്റർനാഷണൽ ഡാൻസ് സ്റ്റൈൽസ് ആക്ച്വലി. സോ അവരിൽ നിന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിന് കംഫോർട്ട് സോണിലുള്ള ഏത് ഇന്റർനാഷണൽ സ്റ്റൈൽ ഓഫ് ഡാൻസ് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം, ഇവിടെ വരാം, പെർഫോം ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. മൂവിങ് ഓൺ, നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ട്. പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ടിന് മുമ്പ് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് നമ്മുടെ പല ലെവൽസിലും. പക്ഷേ ഈ ലെവലിൽ പ്രോപ്പർട്ടീസ് അവരായി പിക്ക് ചെയ്തതാണ്. അതായത് ലോട്ട് എടുത്തിട്ടാണ് അവരവരെ പ്രോപ്പർട്ടി പിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു സർട്ടൻ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് അവർ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. സോ ആ പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം എന്നതാണ് പ്രോപ്പർട്ടി റൗണ്ടിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ട്. പിന്നെ ബാറ്റിൽ റൗണ്ട്. ബാറ്റിൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പീറ്റിംഗ് ടീംസ് തമ്മിൽ ഓൾറെഡി ഒരു ഹെൽത്തി ബാറ്റിൽ, ഒരു ഡാൻസ് ബാറ്റിൽ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് ഡിഫറെൻറ്റ്. ടീമിലുള്ള 2 പേര് തമ്മിലാണ് ഇനി അങ്ങോട്ട് ഈ റൗണ്ടിൽ ബാറ്റിൽ നടക്കാൻ പോകുന്നത്. അവർ ടോട്ടൽ പെർഫോം ചെയ്യുന്ന 3 to 4 മിനിറ്റ്സിൽ ഒരു 15 സെക്കൻഡ്സ് ഒരു കണ്ടസ്റ്റൻറ്റ് പെർഫോം ചെയ്യും, നെക്സ്റ്റ് 15 സെക്കൻഡ്സ് അടുത്ത കണ്ടസ്റ്റൻറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ടിൽ ദി എൻഡ് ഓഫ് ദിസ് ഹോൾ സോങ് നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യേണ്ടത്. പിന്നെ പറയുകയാണെങ്കിൽ വി ഹാവ് മലയാളം മെലഡി റൗണ്ട്. പാട്ട് ഇഷ്ടമില്ലാത്തവരായി നമ്മളുടെ ഇടയിൽ ആരുമില്ല. സോ നല്ല മെലോഡി പാട്ടുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് ഡാൻസ് ചെയ്താലോ കുറേ ഇഷ്ടം. സോ ഐ എം ഷുവർ ഈ റൗണ്ടിൽ അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാനും പറ്റും. ഇതാണ് നമ്മളുടെ 4 റൗണ്ടുകൾ. കുറേ നേരമായി സംസാരിക്കുന്നു, ഇനി ഞാൻ സംസാരിക്കുന്നില്ല, സ്ട്രെയിറ്റ് ഓൺ കോമ്പറ്റീഷനിലേക്ക് കടക്കാം. ഐ വുഡ് ലവ് ടു വെൽക്കം അവർ കണ്ടസ്റ്റൻസ് സപ്പോർട്ട്. വരൂ. പ്രീമിയർ ജേർണൽ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ദിസ് ഇസ് ദി പ്രീ ക്വാർട്ടേഴ്സ് റൗണ്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അരുൺ ബാബു ആൻഡ് നിതിൻ. അരുൺ, നിതിൻ. അയ്യോ, എനിക്ക് അങ്ങ് നോക്കാൻ പറ്റണില്ല. കഴിഞ്ഞ പ്രാവശ്യം ഷമീർ ആയിരുന്നു, ഈ പ്രാവശ്യം അരുണാണ്. എനിക്ക് നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടില് ആവേശം കയറി ഓടിയതാ പുള്ളിക്കാരൻ. ഒന്ന് ജസ്റ്റ് സ്റ്റെപ്പ് തെറ്റിപ്പോയി. എല്ലാരും കണ്ടു, ഒരു ദൃഷ്ടി കഴിഞ്ഞു. ദൃഷ്ടി ഇപ്പൊ എന്താ ലെഗ്മെന്റേറാ? ഇപ്പൊ എന്താ കളിക്കാൻ പോകുന്നത്? വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ട് സാർ. വീൽ ചെയർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ റൗണ്ട് ഇത് പ്രോപ്പർട്ടി പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ട് ആണ്. ഓക്കെ, സോ ആ പ്രോപ്പർട്ടി ആയിട്ടാണോ വീൽ ചെയർ യൂസ് ചെയ്യുന്നത്? അല്ല, ബലൂൺ. നിങ്ങളുടെ പ്രോപ്പർട്ടി വീൽ ചെയർ അല്ലേ? ബലൂൺ വീൽ ചെയറിൽ വരും. അതായത് ബലൂൺ ആണ് ഇവരുടെ പ്രോപ്പർട്ടി, പക്ഷേ അരുൺ കളിക്കുന്നത് വീൽ ചെയർ യൂസ് ചെയ്തിട്ടാണ്. ഇല്ല അരുൺ, എന്താ പറഞ്ഞു ഡോക്ടർ? ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡോക്ടർ VS വിനോദ് MBBS ആർത്തോ സ്പെഷ്യലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞു? എപ്പോ ആടാൻ പറഞ്ഞ ഇങ്ങനെ സ്റ്റേബിൾ ആകാതെ ഡാൻസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെ കാലി യൂസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നില്ല അല്ലേ? അരുൺ, ഇത് എങ്ങനെ ആയി അറിയില്ല ജീനു. നമ്മ അവിടെ ഔട്ട്ഡോർ ഷൂട്ടിങ് ചെയ്യുമ്പോൾ മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു പെർഫെക്ഷൻ. ബോയ്സിന് വിളിക്കുമ്പോൾ എല്ലാവരും ഓടിക്കൊണ്ട് വന്ന് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നേക്കണം. ഇപ്പോൾ ഇവിടെ ഡാൻസ് കൊറിയോഗ്രാഫറെല്ലാം ചെയ്യുമ്പോൾ ഒരു സോങ് കൊറിയോഗ്രാഫിങ് ബോയ്സ് അങ്ങനെ എല്ലാം വേഗം പട്ടിന് വന്ന് നിൽക്കും. ഇവിടെ ഫസ്റ്റ് പ്രാവശ്യം ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ബോയ്സിന് വിളിക്കുമ്പോൾ അതില്ല എങ്ങനെ ബോയ്സ് അവിടെ നമ്മൾ കണ്ടസ്റ്റൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ആ ലൊക്കേഷൻ നോക്കി വന്ന് അപ്പയാണ് വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ ബോയ്സിന് വിളിച്ചാൽ എങ്ങനെ വരണോ അറിയുവാൻ പഠിപ്പിച്ചതാ. ഓക്കെ, ഒരു പ്രാവശ്യം നോക്കാം, ബോയ്സിന് വിളിച്ചതാ. ഇവർ എന്താ കണ്ണുമൂണറിയാൻ ഓടി വന്ന് ഇങ്ങനെ വന്ന് വീണ് ആ പടിക സ്റ്റെപ്സില്. അത് മുതല പെരിയ കൈയടി കൊടുക്കണം. എന്നാൽ ആ സ്പിരിറ്റില് അരുൺ ബാബു നിതിൻ ഒരു ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. അവിടെ ബോയ്സിന് പറയുമ്പോൾ ഓടി
മിസ്സായി കണ്ണു മുന്നു വീണതാ. ഞാനും കണ്ടു. അത് ഈ സർട്ടിഫിക്കറ്റെല്ലാം വേണ്ട, അത് കുഴപ്പമില്ല, എനിക്കറിയാമല്ല, അവിടെ ഡയറക്റ്റായിട്ട് നാനേ കണ്ട്. ഓക്കെ, ഇല്ല എന്താ പറയുന്ന നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ നീ റെഡി ആവണമല്ല. ഇവിടെ ചേഞ്ച് ചെയ്ത് പിന്നെ ഈ ലെവലിൽ ഇരുന്നാൽ നീ അവിടെ ഫൈനൽക്ക് വരണം. അതാണ് എൻ്റെ ഇഷ്ടം. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, അത്രയും പറയാനുള്ളൂ. കുറച്ച് ഓട്ടത്തിൻ്റെ സ്പീഡൊന്ന് കുറച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ മര്യാദക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാരമില്ല, എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ പറ്റുക അതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യുക, സ്വന്തം ലിമിറ്റിൽ നിന്നുകൊണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. यही डूबे दिल मेरे, यही होते हैं सवेरे, यही मरना और जीना, यही मंदिर और मदीना. तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी गलियां यूं ही तड़पावे, गलियां तेरी गलियां. अश्कों में रोता है, सरगोशी सी है ख्यालों में, तू ना हो फिर भी तू होता है सिला. तू मेरे दर्द का, मेरे दिल की दुआएं हैं. तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी गलियां यूं ही तड़पावे, गलियां तेरी गलियां. സോങ്ങുടെ ഫീൽ അത്രയും നിങ്ങൾ എടുത്തിട്ടില്ല. സോങ് അത്രയും ഡെപ്തുള്ള സോങ്ങാണ്. ആ സോങ്ങുടെ ഫീല് നനയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് മൂവ്മെന്റ് മാത്രം ചെയ്തു. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല ഡാൻസേഴ്സ് ആണ്. സോ യുവർ ഡാൻസ് വാസ് ഗുഡ്. പക്ഷേ ഇന്നും കുറച്ച് ആ ബലൂൺ യൂസ് ചെയ്താൽ നന്നായിട്ടുണ്ട്. നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തു, പ്രസന്റ് ചെയ്തു, ഞങ്ങൾ ആസ്വദിച്ചു, അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടായിരുന്നില്ല. അരുൺ ആൻഡ് നിതിൻ, നിങ്ങളുടെ പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ട്. നിങ്ങൾ തന്നെ പിക്ക് ചെയ്ത പ്രോപ്പർട്ടിയാണ് ബലൂൺ. അത് വെച്ച് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് നിനക്ക്
നിന്റെ റോള് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം നിതിൻ്റെ അനിയത്തി വന്നു, ബാക്കി ടീമൊക്കെ വന്നു. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. സ്റ്റാർട്ട് ബലൂൺ കാരി റോമിയോ ആൻഡ് ജൂലിയറ്റ് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലിഗമെന്റ് ഇഞ്ചുറി അത് വളരെ ഒരു സീരിയസ് ഇഞ്ചുറിയാണ്. ആൻഡ് കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് എങ്ങനെ ഒരു ഡെഡിക്കേഷനോടെ ഒരു ഹാർഡ് വർക്കോടെ യു ഹവ് ട്രൈഡ് യുവർ ബെസ്റ്റ്. ഐ ലവ് ദാറ്റ് സ്പിരിറ്റ്. താങ്ക് യു സർ. സോ അതൊക്കെ ഒരു പെരിയ കൈയടി കൊടുക്കണം. ഡാൻസിന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല ഡാൻസേഴ്സാണ്. സോ യുവർ ഡാൻസ് വാസ് ഗുഡ്. പക്ഷേ ഇന്നും കുറച്ച് ആ ബലൂണിനെ യൂസ് ചെയ്താൽ നന്നായിട്ടുണ്ട് ഉണ്ടാവും. സി ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കുറച്ച് യൂസ് ചെയ്തു. ആ ബലൂണിൽ കയ്യിൽ வந்து കട്ടിയിട്ട് அந்த மூமெண்ட்ஸ் யூஸ் பண்ணி பலூன் எப்படி தூக்கி போட்டு അങ്ങനെ ഒരു ചെറിയ ചെറിയ മൂവ്മെന്റ് ചെയ്ത് ഓൾ ദാറ്റ് വാസ് നൈസ്. അത് ഇന്നും കുറച്ച് ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് കുറച്ച് കോർഡിനേഷൻ മിസ്സായി ഇൻ ദി ഗ്രൂപ്പ് ഡാൻസ് ആൻഡ് കുറച്ച് ഷാബിയായി. ബട്ട് അതർവൈസ് ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് എഫേർട്ട്. ഒന്നും കൂടെ നിതിൻ്റെ സിസ്റ്ററാണ് ഇന്നത്തെ താരം. നന്നായി പെർഫോം ചെയ്തു കേട്ടോ. ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് ഫാഷൻ ഡിസൈനർ ആണ്, ബട്ട് ഇത്രയും നല്ലൊരു ഡാൻസർ ആണെന്ന് ഇന്ന് തെളിയിച്ചു. ഗുഡ് ട്രൈ ആണ്, നന്നായിട്ട് ട്രൈ ചെയ്തു. പ്ലസ് കുറച്ച് ഫോർമേഷൻ കോർഡിനേഷൻ അത് മാത്രമാണ് മിസ്സിങ്. യൂഷ്വലി പറഞ്ഞ പോലെ തന്നെ ഗുഡ് ഡാൻസേഴ്സ് സംടൈംസ് ഇതുപോലെ ഉണ്ടാവും. അത് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് അത് ശരിയോ. ബിക്കോസ് അത് നെക്സ്റ്റ് റൗണ്ട് പോകുമ്പോൾ അത് കുറച്ച് പ്രശ്നമാവും. മാർക്സിൻ്റെ കാര്യം എല്ലാം ഉണ്ടല്ലേ. സോ നെക്സ്റ്റ് ലെവൽ പോകുമോ. എനിവേ ഇറ്റ് വാസ് എൻ നീറ്റ് പെർഫോമൻസ്, ബട്ട് ക്ലംസിനെസ്, കൂടുതൽ ക്ലംസിനെസ്. ആൻഡ് പിന്നെ സോങ്ങിൻ്റെ ഫീൽ അത്രയും നിങ്ങൾ എടുത്തിട്ടില്ല. സോങ് അത്രയും ഡെപ്തുള്ള സോങ്ങാണ്. ആ സോങ്ങിൻ്റെ ഫീൽ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമേ ചെയ്തു, ഫീലില്ല. ജസ്റ്റ് ഇത് അത് തലയെടുത്തു അടിച്ചു, അത് ഫീലില്ല. ആ സോങ്ങിന് അനുസരിച്ച് ഫീൽ എടുത്തു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഷുഡ് ബി ബെറ്റർ. ഓക്കെ, അത് മാത്രമാണ്. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ് പെർഫോമൻസ്. മാസ്റ്ററുടെ ബോയ്സ് എന്നുള്ള ഒരൊറ്റ വിളിയിൽ ആണ് ഇതെല്ലാം സംഭവിച്ചത്. മാസ്റ്റർ എന്ത് പറയുന്നു? മാസ്റ്റർ അയ്യോ എന്താ ജീനു? അല്ല, മാസ്റ്റർ വിളിക്ക് അത്ര പവർ ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. അരുൺ ബാബു കുഴപ്പമില്ലടാ, ഞാൻ ഉൾട്ടുള്ള സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നീ എന്തിനാ വീഴുന്നതിന് എനിക്കറിയാം. ഈ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് പ്രോപ്പർട്ടി റൗണ്ട് അല്ലേ, ഇത് வந்து ക്രിയേറ്റിവിറ്റി ബലൂൺ ചൂസ് ചെയ്തിട്ടുണ്ട്, അതായത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് ഉണ്ട്. എന്താടാ ചെയ്യാൻ പോകണമെന്ന് നോക്കിയതാ. എന്താ ബലൂണ് ഗ്യാസ് ബലൂൺ വരുമ്പോൾ അത് പോയി. നെക്സ്റ്റ് ഗ്യാസ് ബലൂണാണ് വരുമെന്ന് പറഞ്ഞാൽ അത് നോർമൽ ബലൂൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആടി പൊട്ടിച്ചു. ആ ചിരി സർപ്രൈസ് നന്നായിട്ടുണ്ട്. അത് പെരിയ കൈയടി കൊടുക്കണം. ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതാണ് ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് കളിക്കും എനിക്കറിയാം. ബലൂണ് വെച്ച് എന്തിനാ ചെയ്യാൻ പോകണം, അതാണ് ഈ റൗണ്ടിക്ക് വേണ്ടിയ മെയിനാണ്. അത് ചെയ്തു. സർപ്രൈസിൽ പൊട്ടിച്ചു. പിന്നെ അഗൈൻ നോർമൽ ബലൂൺ വന്ന് അത് വെച്ച് ചെയ്തു. ലാസ്റ്റിൽ ഒരു 30 seconds അത് മാത്രം വിത്ത് ബലൂണോട് ചെയ്തിട്ടില്ല, ഓൺലി ഡാൻസ് കളിച്ചു. ഓക്കെ, കോർഡിനേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ അത് ഒരു മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. അത് ലൈറ്റായിട്ട് മിസ്സായി. പിന്നെ ബലൂണ് വെച്ച് 30 seconds ചെയ്തിട്ടില്ല. ഓക്കെ, 1 മാർക്ക് ലെസ് ചെയ്ത് 8 കൊടുക്കാം. കമന്റ്സും കേട്ടു, മാർക്സ് പറഞ്ഞു. 8 മാസ്റ്ററുടെ മാർക്സ്. റോമിയോ ജൂലിയറ്റ് എത്ര മാർക്സ്? കുറച്ച് ഷാബിനെസ് ഉണ്ടായിരുന്നു ആൻഡ് കോർഡിനേഷൻ മിസ്സായി. സോ ആക്ച്വലി മൈ മാർക്ക് ഇസ് 7. ബട്ട് നേത്തിക്ക് വരയ്ക്കും നിങ്ങൾ ഡാൻസ് ആടില്ലല്ലേ இந்த പെർഫോമൻസിൽ. സോ ലാസ്റ്റ് മിനിറ്റിൽ എത്ര ഡെഡിക്കേഷൻ കൊടുത്ത് for the spirit, I'll give you plus 1 more mark. I'll give you 8 on 10. Thank you, sir. വീണ്ടും 8. And Master, what about you? 8 on 10. Thank you, sir. 24 on 30. Thank you. ഇത്രയും പ്രതീക്ഷിച്ചോ? ഇല്ല. മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സ്കോർ 24 on 30. നോട്ട് ബാഡ്. ഈ ഒരു കണ്ടീഷനിൽ ഇറ്റ്സ് അപ്രീഷിയബിൾ. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ഉള്ളത്? ഡാൻസ് ഉണ്ടല്ലോ. ഒരു ബ്രേക്കിന് ശേഷം ആവാം. അപ്പോൾ ഒരു ബ്രേക്ക്. We go for a short break. Keep watching. This is Premier Channel Leda. Let's Dance Season 3. ബ്രേക്കിന് മുമ്പ് നിങ്ങൾ ആസ്വദിച്ചു അരുൺ ബാബുവിന്റെയും നിതിന്റെയും പിക്ക് യുവർ പ്രോപ്പർട്ടി റൗണ്ടിലെ പെർഫോമൻസ്. ഓഫ് കോഴ്സ് ഇനി നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു മിഥുന്റെയും നിഖിലിന്റെയും മലയാളം മെലഡി റൗണ്ട്. സോ വെൽക്കം ബാക്ക് ടു പ്രീമിയർ ചാനൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. മിഥുൻ, നിഖിൽ, ഹായ്
നല്ല രസമുണ്ട്, നല്ല യൂണിഫോം ആയിട്ടുണ്ട് രണ്ടുപേരും കാണാനായിട്ട്. നിങ്ങളുടെ മലയാളം മെലഡിയാണ്, പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുന്നവരുമാണ് നിങ്ങൾ അത്യാവശ്യം അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഈ റൗണ്ടിൽ കരുതിയിരിക്കുന്നത്? മലയാളം മെലഡിയാണ്, ഏത് മെലഡിയാണ്? ശ്യാമാംബരം എന്ന് പറയുന്ന സോങ്. ശ്യാമാംബരം, ആ പാട്ടോ നല്ല പാട്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആസ്വദിക്കാം, ഞങ്ങൾ കാത്തിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ. കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ. കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ. Songspot.com. പാട്ടിൻ താളം പകർന്നിടുമിമ്പം പോൽ കൊലുസിന്റെ ഈണം മനസ്സോട് ചേരുന്നു. പാട്ടിൻ താളം പകർന്നിടുമിമ്പം പോൽ കൊലുസിന്റെ ഈണം മനസ്സോട് ചേരുന്നു. വരുമോ എൻ കൺകോണിലായി അണയൂ നിറവാർന്നെന്നുമേ. അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ, പ്രാണനായി നീ. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ. കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി. മിഥുൻ ആൻഡ് നിഖിൽ, ചേച്ചി തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്തു, വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം നിങ്ങളിവിടെ മലയാള മെലഡി റൗണ്ടിൽ എടുത്തുകൊണ്ട് വന്നു, ഡാൻസ് കളിച്ചു, റിസൾട്ട് കാത്തിങ്ങനെ നിൽക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു? ഈ പിള്ളേരെ എന്ത് ചെയ്യാനാ, ഇത്രയും നാളായിട്ടുണ്ടല്ലോ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ എന്താന്ന് എനിക്കറിയില്ല. അതന്നെ. ലാല മജ്നു പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? മിഥുൻ നിഖിൽ, മലയാളം മെലഡി റൗണ്ട് ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് തന്നെ ചൂസ് ചെയ്തു. നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തു, പ്രസന്റ് ചെയ്തു, ഞങ്ങൾ ആസ്വദിച്ചു. അത്രയേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടായിരുന്നില്ല. നല്ലൊരു സോങ് എടുത്ത് നിങ്ങൾ അതിനെ ഓരോ സ്റ്റെപ്സ് ആഡ് ചെയ്ത് നിങ്ങൾ പ്രസന്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേജിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ.
അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരേ സ്റ്റെപ്സ് തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് രണ്ടുപേരും ചെയ്യുമ്പോൾ ഒരേപോലെ ആയിരിക്കണം. സെയിം സ്റ്റെപ്പ് രണ്ടുപേരും രണ്ട് സ്റ്റൈലിൽ ചെയ്താൽ നമുക്കിവിടെ ഭംഗിയാവും, നമ്മുടെ മാർക്കിനെ അത് ബാധിക്കും. ടീം പിന്നെ നമുക്കത് ടീം വേറെ സ്റ്റൈലും നിങ്ങൾ വേറെ സ്റ്റൈലാണെങ്കിൽ പിന്നെയും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും ആ പോയിന്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയുള്ള റൗണ്ട്സ് ആണ് ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. ഓൾ ദ ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് റൗണ്ട്സ്. താങ്ക് യു ലൈല മജ്നു. റോമിയോ ജൂലിയറ്റ്. മിഥുൻ, നിഖിൽ, ആരാണ് കൊറിയോഗ്രാഫ് ചെയ്തത്? നിങ്ങളെ? എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ ആളെ വെച്ചൊരു കൊറിയോ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വന്നേനെ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ കൊറിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ചും മലയാളം മെലഡി റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മുൻവിധിയുണ്ട് ഇതിങ്ങനെ ആയിരിക്കുമെന്ന്. അതങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു. സോറി, ഇത് കംഫർട്ടബിൾ അല്ല, ദിസ് ഈസ് ലേസിനെസ്. ഐ എം വെരി സോറി ടു സേ ഇത് ലെവൽ 5 ആണ്. ആൻഡ് വി ഹവ് ഓൾറെഡി ടോൾഡ് യു ദിസ് ടൈം കമൻറ്റ്സ് ആൻഡ് മാർക്സ് എല്ലാം വളരെ ടഫായിട്ട് ഉണ്ടാവും. യു ഡാൻസ്, നിങ്ങളുടെ ഡാൻസ് ഒരു ലൈഫില്ല, വാസ് വെരി ലേസി. കാണുമ്പോൾ വളരെ ലേസി ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു ഡാൻസ് ഇസ് നോട്ട് അക്സെപ്റ്റഡ്. ഒരു റൗണ്ട് മലയാളം മെലഡി our mark is only 6 on 10. താങ്ക് യു. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ മാസ്റ്റർ എന്ത് പറയുന്നു നോക്കാം. ചീഫ് ജൂറിയുടെ കമൻസിലേക്ക് കിടക്കാം. இந்த ரவுண்டு மலையாளம் மெலோடி ரவுண்டு சூஸ் செய்தது இந்த சரையு ஸ்ருதி இதெல்லாம் வேணும்னு പറഞ്ഞത്. ഞാൻ ഇവിടെ ഇൻ്റർനാഷണൽ ഇതെല്ലാം പറയുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് വെക്കാം മാസ്റ്റർ, നല്ല ഒരു രസം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഓക്കെ, എവിടെ സരയു പറ ഉണ്ടായിരുന്നു? സമാധാനമായല്ലോ ഞങ്ങളെ വഴക്ക് വെപ്പിച്ചപ്പോൾ? മനസ്സിലായ എന്നാൽ എന്തിനാണ് എനക്കൂടെ ഇവിടെ മെയിനാണ് ഒരു സ്റ്റൈല് ഡാൻസ് അഡ്വാൻസ് ഇല്ല അല്ലേ, ഒരു ലേറ്റസ്റ്റ് എവിടെയോ സ്റ്റൈൽ വന്ന് ഞാൻ പഠിക്കും പറഞ്ഞിട്ടുണ്ടല്ലേ. പഠിച്ചാ ഏதாவது സ്റ്റൈൽ പഠിച്ചാ? കുറച്ച് ക്രാമ്പിങ് ഒക്കെ കുറച്ച് ഇല്ലടാ. എന്താണ് ശരി, ഇവിടെ സറയുല എന്താ ഒരു രസം, ഒരു അഴകായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്താൽ മതി. അഡ്വാൻസ് സ്റ്റൈൽ ഇല്ലെന്നാ കുഴപ്പമില്ല, അത് പഠിപ്പിക്കുമല്ല പോ റൗണ്ടിൽ വന്നേക്കും, അത് കുഴപ്പമില്ല. ഒരു ഗ്രേസ്ഫുൾ ഒരു ഈസി മൂമെൻറ്റ് ഗ്രേസ്ഫുള്ളായിട്ട് ആ രസം പോലെ ചെയ്ത് ഇതിൽ ഒട്ടേ ഒട്ട് പ്ലസ് പോയിന്റ് ഉണ്ട്. എല്ലാ ബോയ്സും എക്സ്പ്രഷനോടെ ചെയ്ത് അതുക്ക് പെരിയ കൈയടി കൊടുക്കണം. അത് ഫേസ് എക്സ്പ്രഷൻ അത് ന്യൂ ആയിട്ടുണ്ട്. എല്ലാവരും പാടി എക്സ്പ്രഷൻ വിത്ത് ലിപ്പ് മൂവ്മെൻറ്റ്സ് കൊടുത്ത് ചെയ്തത് അത് നന്നായിട്ടുണ്ട്. പക്ഷേ വേറെ എന്തോ ഉണ്ട്. മിഥുൻ, നിഖിൽ സംസാരിക്ക. പ്രത്യേകിച്ച് സാറ് ഞങ്ങൾക്ക് വയനാട്ടിൽ അങ്ങനെ നല്ല കൊറിയോഗ്രാഫേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ തന്നെ വീഡിയോ നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ തന്നെ ഓരോ പാട്ടിന് സ്റ്റെപ്സ് ഇടുക. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഇതുവരെയ്ക്ക് ആർ കൊറിയോഗ്രാഫ് ചെയ്തത് നിങ്ങൾക്ക്? എല്ലാം ഞങ്ങൾ അതാണ് എല്ലാം കൊറിയോഗ്രാഫ് ചെയ്തത്. സോ ബിക്കോസ് യു ആർ ഗുഡ് കൊറിയോഗ്രാഫേഴ്സ്, നോട്ട് ഓൺലി ഡാൻസേഴ്സ്. നിങ്ങൾ എല്ലാവരും നല്ല കൊറിയോഗ്രാഫേഴ്സ് ആണ്. ലെവൽ 5 വரைக்கும் நீங்கள் வந்திருக்குது. ஓகே, ஸோ லெவல் 5ல வந்த பின்னே திஸ் இஸ் நாட் அன் எக்ஸ்கியூஸ். வயநாட்டில் நல்ல கொரியோகிராஃபி இல்லை, நீங்களே எல்லாரும் நல்ல கொரியோகிராஃபர்ஸ். இல்ல அவரு நிக்கில் நாங்க கோரியோகிராஃபர்ஸ் இல்ல ஒரு പറയുക കോറിയോഗ്രാഫ്സ് ഇല്ല, നാങ്ക ഇവിടെ നോക്കിയാ ചെയ്യുന്ന അങ്ങനെ ഇവിടെ ലെവൽ 5ക്ക് വന്നത് വേസ്റ്റ് ആണ്. നീ ഇപ്പേ എലിമിനേഷൻ ആയി പോയേക്കാം. ഇങ്ങനെ ഇല്ല ഇങ്ങനെ വന്ന് ഇവിടെ ഡ്രാമ ചെയ്യാൻ ഒക്കില്ല, മനസ്സിലായ? അയ്യോ ഞങ്ങൾക്ക് ഒന്നുമേ ഇല്ല, കോറിയോഗ്രാഫർ ഇല്ല. എത്ര കണ്ടസ്റ്റൻസിൽ നിന്ന് ഇവിടെ വന്ന് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് ഒവ്വൊരു പ്രാവശ്യം വന്ന് ഈ ലെവലിൽ വന്ന് എങ്ങനെ സംസാരിക്കണം? അതുകൊണ്ടല്ല സാർ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം കുറച്ച് കൊറിയോഗ്രാഫി ചെയ്യുന്നതിൽ അല്ല കുറേ പേര് ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ല. ആ ടാലന്റ് ഇല്ലാന്നാ വേസ്റ്റ്, മനസ്സിലായ? കോറിയോഗ്രാഫർ കോറിയോഗ്രാഫർ ഉണ്ടോ ഇല്ലോ, കണ്ടസ്റ്റൻസ് ആ കോറിയോഗ്രാഫർ ടാലന്റ് ഇല്ലെന്നാ ഈ സ്റ്റേജ് നിങ്ങൾക്ക് വേസ്റ്റ് ആണ്. എൻ്റെ മാർക്ക് 6 ആണ്. 6. താങ്ക് യു മാസ്റ്റർ. ലൈല മജ്നുവിന്റെ കൂടെ മാർക്സ്. മിഥുൻ, നിഖിൽ, കൊറിയോഗ്രാഫർ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. നമ്മൾ ലെവൽ 5 എന്ന് പറയുന്നുണ്ട്, പ്രീ ക്വാർട്ടേഴ്സിലും നമ്മൾ എത്തി. ഇതിന് മുമ്പ് നമ്മളൊരു ഔട്ട്ഡോർ ഷൂട്ടിന് പോയിരുന്നു.
അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു കൊറിയോഗ്രാഫിയുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ബേസ് വരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയുന്നത്. ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും കണക്കിലെടുത്തേനെ. മാസ്റ്റർ അങ്ങനെ ഒരു ഔട്ട്ഡോർ ക്ലാസ് കൂടെ തന്ന് കൊറിയോഗ്രാഫിയുടെ ഒരു ബേസ് കൂടെ തന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൊറിയോഗ്രാഫേഴ്സ് ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. നിങ്ങളിലുണ്ട് ആ പൊട്ടൻഷ്യൽ, നിങ്ങൾ തന്നെ കണ്ടെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ ട്രൈ ചെയ്യാം. ഞങ്ങളുടെ മാർക്കും 6 ആണ്. താങ്ക് യു. 6, 6 and 6, 18 മാർക്സേ ഉള്ളൂ. 30. അവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം നിങ്ങളിൽ ആ പൊട്ടൻഷ്യൽ ഇല്ല, നിങ്ങൾക്ക് ടാലൻ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ 4 റൗണ്ട്സ് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കില്ല. സോ ആദ്യം അവനവനിൽ ഒരു വിശ്വാസം ഉണ്ടാവണം, എന്നാലേ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുള്ളൂ നിങ്ങളുടെ പെർഫോമൻസിലൂടെ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അടുത്ത റൗണ്ടിൽ ഒരു എക്സ്ക്യൂസും വേണ്ട, നന്നായിട്ട് പെർഫോം ചെയ്യുക, അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അങ്ങനെ ഒരുപാട് ഇപ്പോൾ നെറ്റ് തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് ജസ്റ്റ് ഒന്ന് ചെയ്താൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ വാട്ടെവർ, നോ പ്രോബ്സ്. എന്തായാലും ഇത് നിങ്ങളുടെ ടോട്ടൽ സ്കോർ ഇസ് 18 on 30. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ്. ഒരു പെർഫോമൻസ് കൂടി അവശേഷിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. ബട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് പ്രീമിയർ ജെന്യുइन लेदा ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നമ്മൾ സോങ്ങിന് എടുക്കുമ്പോൾ ലിറിക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതിന് ഫീലാ, ഇത് കണ്ടംപററി ഇസ് എ ഫീൽ ഓഫ് ഡാൻസ്. ഓക്കെ, അതിന് ഫ്ലെക്സിബിലിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടംപററി അത് ഇൻക്ലൂഡ്സ് വിത്ത് ഫീൽ, അതാണ് ഒരു കണ്ടംപററി സ്റ്റൈൽ. We went for a short break and here we are back. So everyone ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. This is Premier Genuine Leather Let's Dance Season 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സുന്ദരനും സുന്ദരിയും ഇരിക്കുന്നുണ്ട്, പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. ഷമീർ, വിശ്വതി വരൂ. ഷമീറെ, ആ കയ്യൊന്ന് കാണട്ടെ. ശരിയായി, കുഴപ്പമില്ല, സ്ട്രോങ് ആ. വിശ്വതി, ഹായ്. എന്തൊക്കെയാണ് വിശേഷം? രണ്ടുപേർക്കും സുഖമായിരിക്കുന്നു? ഇനി ഉറങ്ങരുത്, ഇച്ചിരി ബോധത്തോടു കൂടി ഉറങ്ങാം. ഓക്കെ, ബിക്കോസ് ഇത് പ്രീ ക്വാർട്ടേഴ്സ് ആണ്, ഇനി രക്ഷയില്ല മോനെ. ഏത് റൗണ്ടാണ് നിങ്ങളുടെ? ഇന്റർനാഷണൽ. അതൊന്ന് ഉറക്കെ പറയൂ. ഇന്റർനാഷണൽ. ആ, അങ്ങനെ പറയും. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഒക്കെ വേണ്ടേ? ഏത് സ്റ്റൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? കണ്ടംപററി. അതൊന്ന് ഇച്ചിരി സ്റ്റൈലായിട്ട് പറയൂ. കണ്ടംപററി. അപ്പോ സൂപ്പർ, ഉഷാറായി എടുത്തു. ഇത് സ്റ്റൈലും உங்களுக்கு നന്നായിട്ട് വരുമെന്ന് എനിക്കറിയാം, അതാണ് ആ സ്റ്റൈൽ എടുത്തു. വേറെ എന്തിനാ മറ്റേ സ്റ്റൈൽ എടുത്തിട്ടില്ല? ഈ സ്റ്റൈല് ചൂസ് ചെയ്തതാ എന്തിനാ ഷമീർ? ബാറ്റിൽ റൗണ്ടിൽ വേറെ സ്റ്റൈൽ എടുത്തു, അതുകൊണ്ട് ഇതിൽ കണ്ടംപററി. ബാറ്റിൽ റൗണ്ടിൽ എന്ത് സ്റ്റൈൽ എടുത്ത്? വെസ്റ്റേൺ ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ എടുത്തു. സമീർ സംസാരിക്കുമല്ലോ? സംസാരിക്കും. ആ, പിന്നെ ഇച്ചിരി കൂടുതലാ. ഷോൾഡർ പെയിൻ എല്ലാം പോയാ? ചെറിയ പെയിൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാമോ? ഓക്കെ, റെസ്റ്റ് ഡാൻസ് അങ്ങനെയാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, തകർക്കൂ. ഓൾ ദി ബെസ്റ്റ്, തകർക്കൂ. तेरे नैना हंस दिए, बस गए मेरे दिल में तेरे नैना, तेरे नैना हंस दिए, बस गए मेरे दिल में तेरे नैना, मेरे दिल में जो अरमा है पास आके जरा देखो ना, दिल के तार में है सरगम छेड़े है अब कोई अनजाना,
सांस दिए बस गए दिल में तेरे मेरे नैना अब देखो मिल गए हो तो फिर से ना कहीं खो जाना आंखों में ही रहना बाहों में तुम मेरे सो जाना हो मेरे पास तू जो आए तो खुदा मुझे मिल जाए होठों को होठों से मिलने दे दूर ना जा तेरे लिए चारों ओर ढूंढा मैंने मिल गई जो तू मुझे मिल गया सारा जहां सारा यहाँ अब चाहूं मैं क्या मेरे लिए सपना था ये प्यार तेरा खोली आंखें सामने था मेरे लिए यार मेरा प्यार मेरा अब जाऊं मैं क्या ओ, ऐसे न मुझको सदा दे पास आना अब तू सजा दे ओ, सबसे चुरा लूं मैं जग से छुपा लूं मैं इतने पास आ पास आके जरा देखो ना दिल के दौर में है सरगम छेड़े है अब कोई अनजाना ये प्यार की है बातें कुछ अनकही मुलाकातें तो ऐसे ही मिलते हैं मिलके मचलते हैं तो दिल जवां ओ, तेरे नैना तेरे नैना तेरे नैना तेरे नैना സാധാരണ എനിക്ക് ഇങ്ങോട്ടും നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ നോക്കേണ്ട അവസ്ഥയാണ്. ഇന്റർനാഷണൽ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇന്റർനാഷണൽ സ്റ്റൈലിൽ റിസൾട്ട് കേൾക്കാൻ നിൽക്കുള്ളൂ അല്ലേ ഷമീർ? അല്ലേ വിശ്വതി? നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ. നല്ലൊരു കൈഡി കൊടുക്കും എല്ലാവരും. ഇനി ഞാനൊന്നും പറയുന്നില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ഐ സ്റ്റാർട്ട് വിത്ത് ശ്രീധ മാസ്റ്റർ. പറഞ്ഞു തുടങ്ങിക്കോളൂ. ഷമീർ, വിശ്വതി കണ്ടംപററി സ്റ്റൈൽ എടുത്തു, നന്നായിട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ആ ബോളിവുഡ് ആ സ്റ്റൈൽ മാത്രം ചേഞ്ചായി. എന്താണ് എനിക്ക് മിസ്സായത് എന്താണ് ആ മ്യൂസിക് കുറച്ചുകൂടെ ഫോഴ്സായിട്ട് ഏതാவது மியூசிக் எடுத்து கண்டெம்பரரி ஸ்டைல் பர்ஃபெக்டான ஸ்டைல் வந்து ஆ மியூசிக்கான ആ ടൈപ്പിൽ ഏതാவது സാങ് എടുത്താൽ നന്നായിട്ട് വന്നാൽ ഒന്നും ഒരു വാവൊന്നും ഉണ്ടാവും. വോയിസ് നന്നായിട്ട് ചെയ്തു. അപ്പോൾ കോർഡിനേഷൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് നല്ല കാണുന്നുണ്ട്. ആ കോർഡിനേഷൻസ് ചിരി ഒരു ജമ്പ് ഉണ്ടല്ലേ, ഇവിടെ ഒരു വാവ് ഫാക്ടർ ഉണ്ടായിരുന്നു, അവിടെ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ആ ബോയ്സ് ചെയ്തതാണ്, അത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ആ നല്ല ഒരു ടീം കിട്ടി. ഫസ്റ്റ് ബോയ്സൊക്കെ ടീമൊക്കെ ഒരു പെരിയ കയ്യടി കൊടുക്കാം. കാസ്റ്റ്യൂംസ് നന്നായിട്ടുണ്ട്. വിശ്വത്തി പറയണ നന്നായിട്ട് നല്ല കൺട്രോൾ ചെയ്യും അറിയാം. പക്ഷേ ആ ലിപ്പ് മൂവ്മെൻറ്റ്സ് കൊടുക്കണോ ഇല്ല കൊടുക്ക വേണ്ട, ഏതാவது ഒരു തീരുമാനമായിട്ട് ചെയ്യണോ. എന്താ തിരുമ്പി പോയി ലിപ്പ് മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്തില്ല, ചുമ്മാ നോർമലായിട്ട് ചെയ്യണുണ്ട്. വിശ്വത്തി അഗൈൻ യു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ആ മാർക്ക് ഈസി ആയിട്ട് 10 കിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എത്ര കൊടുക്കും മാസ്റ്റർ? 9 കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, നമ്മുടെ ശിശുരുടെ കമൻസും മാർക്സ് 9 രണ്ടു പറഞ്ഞു. ഇനി ലൈല മജ്നു പറയൂ. വിശ്വതി, സമീർ, ഇപ്പം തന്നെ സാറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമീർ എന്നാ വിശ്വതിക്ക് ഫുൾ കോൺഫിഡൻസാ, ഇല്ലെങ്കിൽ വിശ്വതി ശരിയായിട്ട് ഡാൻസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ അവര് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഡാൻസ് ശരിയാ. പിന്നെ കോർഡിനേഷൻ വൈസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് കൊറിയോഗ്രാഫി. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മാത്രമാണ്, കണ്ടംപററിന്ന് പറയുമ്പോൾ പ്രോബ്ലം എന്താണെന്നറിയോ,
നമ്മൾ സോങ്ങിന് എടുക്കുമ്പോൾ ലിറിക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതിന് ഫീലാ, ഇത് കണ്ടംപററി ഇസ് എ ഫീൽ ഓഫ് ഡാൻസ്. ഓക്കെ, അതിന് ഫ്ലെക്സിബിലിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടംപററി അത് ഇൻക്ലൂഡ്സ് വിത്ത് ഫീൽ, അതാണ് ഒരു കണ്ടംപററി സ്റ്റൈൽ. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത സോങ് നല്ല സോങ്ങാണ്, പക്ഷേ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈൽ ഓഫ് ഫോം ഓഫ് ഡാൻസ് എടുക്കുമ്പോൾ തെരേനേനാന്ന് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടംപററിയിൽ തെരേനേനാണെങ്കിൽ മീനിങ് ഉണ്ടാവില്ല. സോ നമ്മൾ തെരേനേനാന്ന് ഒരു ഹാൻഡ് എടുക്കുമ്പോൾ അതിന് മീനിങ് ഇല്ല. എത്ര മൂമെൻറ്റ് മീനിങ് ഇല്ലാതെ നമ്മൾ ചെയ്യും, മനസ്സിലായോ? ഒരു സോങ്ങിനുമോ ആ സോങ്ങിന് അനുസരിച്ച് എടുക്കണം, ഇല്ലെങ്കിൽ സോങ് എടുത്തില്ലെങ്കിൽ അത് ക്ലിയർ ആവും. അത് തന്നെ മൈനസ് പോയിന്റ്, വേറെ ഒന്നുമില്ല. അതർവൈസ് ഇറ്റ് ഈസ് ക്ലിയർ. ഇപ്പം ഇത് തന്നെ നിങ്ങൾ വെറും മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത കണ്ടംപററി സ്റ്റൈൽ ഇട്ടാലും ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ബിക്കോസ് അതിൽ സോങ് ഇൻവോൾവ് ആയി, അപ്പോൾ എല്ലാവരുടെ കോൺസെൻട്രേഷൻ വോയിസിൽ തന്നെ പോകും, മ്യൂസിക്കിൽ പോവില്ല. ബിക്കോസ് ദ വോല്യൂം ഈസ് ലോവർ, ദ സിംഗിങ് ഈസ് ഹൈ. സോ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അതിൽ പോകുമ്പോൾ അതിന് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അത് തന്നെ മൈനസ്, വേറെ ഒന്നുമില്ല. ഓക്കെ, കണ്ടംപററി പറയുമ്പോൾ അതിൻ്റെ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ ഇത്ര പാടില്ലല്ലോ. ശ്രീധർ മാസ്റ്റർ അതല്ലേ പറഞ്ഞത്. ദിസ് ഈസ് ഓൺലി വൺ മിസ്റ്റേക്ക് ആൻഡ് കോർഡിനേഷൻ വൈസ് ഗുഡ് ഇംപ്രൂവ്മെൻറ്റ്. ഐ ലൈക്ക് യു ഡാൻസ്. സ്മോൾ മിസ്റ്റേക്സ് ഹാവ് ടു കറക്റ്റ്. മൈ മാർക്ക് ഇസ് 9. താങ്ക് യു സർ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു 9 കിട്ടുമെന്ന്. ഇനി ഒരാളും കൂടെ അറിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. റോമിയോ ജൂലിയറ്റ്, കമൻസ് ആൻഡ് മാർക്സ്. ജിനോ നീയേ മാർക്ക് കൊടുത്തിട്ട് വന്നിരിക്കും. ഇല്ല, ഞാൻ അവിടെ പോകും. ഞാൻ ഇവിടെ പറഞ്ഞതാ. നീയേ ഡിസൈഡ് പണിക്കോ. ഇപ്പൊ ഞാൻ 10 കൊടുത്താ 10 കൊടുത്താൽ ഞാൻ ഹാപ്പി ആവും. നീ ഹാപ്പി ആവും. അപ്പൊ നീയാണ് മാർക്ക് കൂടെ. എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കൊടുത്തേനെ. ആക്ച്വലി വിശ്വതി ആൻഡ് ഷമീർ, ഇത് ആക്ച്വലി ഒരു 10 on 10 പെർഫോമൻസ് ആണ്. പക്ഷേ മാസ്റ്റർ നരൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഓൺലി ദ കണ്ടംപററി ദ സോങ് ആൻഡ് സ്റ്റൈൽ ഓഫ് കൊറിയോഗ്രാഫി ദാറ്റ് മിസ്ഡ്. ബട്ട് അതർവൈസ് നിങ്ങളുടെ കോസ്റ്റ്യൂം എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളുടെ എൻറ്റയർ ബോയ്സ് കോർഡിനേഷൻ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് എക്സ്പ്രഷൻസ് കൊടുത്ത് വളരെ നന്നായിട്ട് ചെയ്തു. ഓൾ ദ ബോയ്സ്, എവ്രി വൺ ആസ് എൻ എൻറ്റയർ ഗ്രൂപ്പ്, യു ഗൈസ് ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. വാവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് വിശ്വതി വളരെ ഭംഗിയായിട്ടുണ്ട്. ഷമീർ ലുക്കിംഗ് വെരി വെരി സ്മാർട്ട്. അത് മാത്രം. ആൻഡ് പ്ലസ് നിങ്ങളുടെ ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് എനിക്ക് വളരെ ഇഷ്ടമായി. ക്ലോത്ത് യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ്, ഇത് ഒരു സിനിമയിലെ ഒരു സോങ് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് വെരി വെരി നൈസ്. ബട്ട് അഗൈൻ ഒരു പോയിന്റ് മൈനസ് ഫോർ ദ കണ്ടംപററി സോങ് ആൻഡ് കൊറിയോഗ്രാഫി. ഐ ഗിവ് യു 9 on 10. ടോട്ടൽ സ്കോർ 27 on 30 സ്കോർസ്. എന്തായാലും പ്രീ ക്വാർട്ടേഴ്സ് ആണ്. ഇന്നത്തെ എപ്പിസോഡിലെ 3 റൗണ്ട് ഓഫ് പെർഫോമൻസസും അവസാനിച്ചു. പക്ഷേ പ്രീ ക്വാർട്ടേഴ്സിലും നമുക്കൊരു കാര്യം കണ്ടുപിടിക്കുന്നതുണ്ട്, വിച്ച് ഇസ് പ്രീമിയർ ജേർണൽ, അതായത് ദി ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി ഡേ. കണ്ടുപിടിക്കാൻ നിങ്ങൾ രണ്ടുപേരോട് നിൽക്കൂ. ബാക്കി ടീം, താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ഗെറ്റ് ബാക്ക്. ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ഗോസ് ടു ഷമീർ വിശ്വതി. അവർക്ക് ലഭിക്കുന്നു പ്രീമിയർ ഫുട്വെയർ സ്പോൺസർ ചെയ്യുന്ന 2 പ്രീമിയം ലെതർ ഫുട്വെയർ. എനിക്ക് ഒരു ഡൗട്ട്, ഫുട്വെയറിന് പോയി ഈ കാർഡ് ബോർഡ് എത്ര പേര് കൊടുത്തു? ഇവന് കൊടുത്തു. ഇതുവരെ ഫുട്വെയർ, പ്രീമിയം ഫുട്വെയർ സ്ലിപ്പർ ഞാൻ കണ്ടിട്ടില്ല മാസ്റ്റർ. ഹലോ, ഡെഫിനറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കും, കണ്ടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ പ്രൂഫ് ഇല്ല മാസ്റ്റർ. പ്രൂഫ് ഇല്ല. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഇവർ ചെയ്യാറുള്ളൂ. എന്തുണ്ട്? ഉണ്ട്. പ്രീമിയം ഫുട്വെയറോ? ഇല്ല, എനിക്ക് അപ്പൊ കൂടെ സംശയമാണ്. ഇതില് ഡമ്മിയാണോ ഇല്ല ജസ്റ്റ് കാർഡ് ബോർഡ് ഉണ്ടോന്ന്? ഇല്ല, നീ ഓപ്പൺ ചെയ്ത് നോക്കണം. ഇപ്പൊ എന്താണ് അറിയാം മാസ്റ്റർ, നമ്മള് ഓപ്പൺ ചെയ്യണ്ട. എന്തിനാ ഓപ്പൺ ചെയ്യണ്ട മാസ്റ്റർ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ചുമ്മാ പോയി വെറുതെ ഇല്ല. ഇത് അങ്ങനെ കള്ളത്തനം പറയില്ല. ഓപ്പൺ ചെയ്ത് കാണിക്ക് ശ്രുതി. ഓപ്പൺ ചെയ്ത് അല്ല, ഇത് ഒരെണ്ണം 2 ഉണ്ടല്ലോ. ഇത് ലേഡീസ് ആണ്. മജുനു അത് എടുത്തിട്ട് പോവില്ല സാർ. ഇവ പറയാ സ്ലിപ്പർ കൊടുത്തില്ല സാർ, ഞാൻ കുറച്ച് തൊട്ട് നോക്കിക്കോട്ടെ. എന്താടാ നിന്റെ സ്ലിപ്പറാ? തൊട്ട് നോക്കി, എത്ര നോക്കി. ഇതിന് തൊട്ട് നോക്കി. ഹലോ, ഈ തൊട്ട് നോക്കാനല്ല, ഇത് ഇട്ട് നോക്കാനാണ്. ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കും.
ഇട് 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 രണ്ടുപേരും ഇട്ട് ഒരു 2 സ്റ്റെപ്പ് ഇടണം. ഓൺലി റൈറ്റ് ലെഗ് മൂവ് ചെയ്യണോ, ലെഫ്റ്റ് ലെഗ് മൂവ് ചെയ്യാൻ പാടില്ല. ഓൺലി റൈറ്റ്, ഏത് ചെയ്താലും റൈറ്റ് ലെഗ് മാത്രമാണ് ചെയ്യണോ. ഓക്കെ, സംസാരിക്കില്ല ഡിസ്റ്റൻസ്. ഓക്കെ, റെഡിയാ? റെഡി, മ്യൂസിക്. ഇതെന്താ അറിയോ, ഇത് ഇങ്ങനെ ഒരുപാട് നേരം പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചെരുപ്പൊക്കെ ഇങ്ങോട്ടെത്തും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മളുടെ പ്രീ ക്വാർട്ടേഴ്സിലെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഷമീർ ആൻഡ് വിശ്വതി, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അടുത്ത റൗണ്ടുകളിൽ കാണുന്നതുവരേക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ. ദിസ് ഈസ് പ്രീമിയർ ജെനുവിൻ ലെതർ. ലെറ്റ്സ് ഡാൻസ് സീസൺ 3 again. ഡോലുതാ അടിച്ചിറാ, ഇരു തോളും തോളും താ ഒരസിറാ, മേലും കീഴുമായി ഇഴുക്കുറാ, മുപ്പാലും കലந்து என்ன கலக்குறா, പുലിമാனை വേട്ടൈതാനാടിടുവേ കാട്ടിൽ. വിചാരിച്ചിട്ട് നോക്കിയിട്ടില്ല ഇങ്ങനെ നന്നായിട്ട് ചെയ്യുമെന്ന്. നന്നായിട്ട് ചെയ്തു. മുന്നും പിന്നും താൻ മുഴുമയാ, ഞാൻ സ്വർഗ നരകത്തിൻ കലവയാ, പെണ്ണിടയും ഇறைவனும் ஒன்றுதான், ரெண்டும் இருந்தும் தெரிவதே இல்லை. സോങ് മാത്രം കുറച്ച് ചേഞ്ച് ഓവർ അല്ലെങ്കിൽ മ്യൂസിക് എന്തെങ്കിലും അത് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഇപ്പം நான் 5 കൊടുത്ത ഡേഞ്ചർ സോൺ എലിമിനേഷൻ தான் ഡെഫിനറ്റായിട്ട് എനിക്കറിയാം. അതാണ് 5 കൊടുത്തു. അത് 5 കൊടുക്കണ ഇല്ല ഇപ്പോൾ എലിമിനേഷൻ ചെയ്യണം. പറ, രണ്ടേ വിഷയം தான். 5 വേണം, എലിമിനേഷൻ വേണം. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ. കോറിയോ നന്നായിട്ടുണ്ട്. കാണാൻ ഒരു രസമുണ്ട്, ഒരു ഫീലുണ്ട്. താങ്ക് യു. ഓക്കെ, ബട്ട് വെരി നൈസ് കോർഡിനേഷൻ.